ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ രാജസ്ഥാനിലേക്കാണ്. അവിടെ പുഷ്കർമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറേ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ അവർ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇന്നാണ് ഒരു സമയം കിട്ടി. ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ റോഡൊക്കെ നല്ല ജാമായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയി കിട്ടി. ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഭയങ്കര റഷ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ടു ഡൽഹിയിൽ. ഇവിടെ രാജസ്ഥാനിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒക്കെ. രാഹുൽ कहाँ तक आया अभी? अभी भैया अजमेर पहुँच गए। अजमेर पहुँच गए? अजमेर पहुँच गए, बस 20 किलोमीटर का ड्राइव हो रहा है, उसके बाद में हम पुष्कर जी मेले। അപ്പോൾ പുഷ്കർമേള കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. മോളും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ്. ഏകദേശം സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഭയങ്കര തിരക്കാട്ടോ, നല്ല തിരക്കുണ്ട് ഇവിടെ എത്തിയപ്പോൾ. അപ്പം നമുക്ക് വേണ്ട ആക്സറൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ബ്രീഡും ഉണ്ട് കേട്ടോ അവിടെ. നല്ല ബ്ലാക്ക് ആവും. അത്യാവശ്യം ഒരു 63 ആയിട്ടൊക്കെ വരുന്ന 2 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഫീമെയിൽ ഇതാ. നമ്മളെ ഹോസിൻ്റെ ആംബുലൻസ് ഒക്കെ നമ്മളെപ്പോഴും പറയുന്ന ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുതിരനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ്. ഹലോ, ചെറിയൊരു കുട്ടിയാണ് എല്ലാ നാട്ടിൽ നിന്നുള്ള കുതിരകളും ഉണ്ട്. അതായത് രാജസ്ഥാൻ മാത്രമല്ല, ചണ്ഡീഗഡ്, ഹരിയാന, UP ഇവിടുന്ന് ഇങ്ങനെ ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളെവിടെയോ 2 പരിചയമുണ്ടല്ലോ. കുതിരനെ കണ്ടോ? യൂറോപ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് യൂറോപ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കാണാൻ വേണ്ടി വന്നത്. അടിപൊളി ഒരു മെയിലാണ്. എന്താണ് ഓ കുതിരണ്ടോ 2 കിലോമീറ്ററോളം ഈ കുതിരകളെ ടെക് ഫാം അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓള് നല്ല ആവേശത്തില്ല. ഇതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം എന്താ പറയുക, ഒരു 63-64 ഹൈറ്റ് വരുന്നുണ്ട്. മെയിലേനാ ഭയ്യ? മെയിലേനാ? നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ പുഷ്കർ മേളക്ക് വരണം എന്ന് പറയില്ലല്ലാണ്ട് വൈകി ഞാൻ ഇന്നിപ്പോൾ തീരുന്ന അവസ്ഥ. അപ്പോൾ നാളെയും കൂടെ ഉള്ളൂ. ഫോഴ്സിൻ്റെ ആംബുലൻസ് ആണ്. അപ്പം സമയം ഏകദേശം 6 മണി 6:30 ആയിട്ടോ. ഏകദേശം ഇരുടായി വന്നിട്ടുണ്ട്. ഇത്രമാത്രം ഫാം ആണെന്നറിയോ, സ്റ്റഡ് ഫാമുകൾ അത്രയുണ്ട്. നല്ല ഐറ്റംസുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുതിരകൾ. നൊക്രയൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള സാധനം. ഇപ്പം ചെറിയ കുട്ടിയാണ്, ഏകദേശം
1.5 വയസ്സ് ആ ഒരു ലെവലൊക്കെ ഉണ്ടാവുള്ളൂ. 1 വയസ്സ് 1.5 വയസ്സ്. ആ ബ്ലാക്കൊക്കെ അടിപൊളി. ആ ബ്ലാക്കൊക്കെ അത്യാവശ്യം ഷിസുക്ക് ഇഷ്ടായോ? ഷിസ ഇഷ്ടായോ? അപ്പോൾ പുഷ്കർമേളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോളെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഒന്നിൽ തനിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം അല്ലേ മോളെ ഓള് തനിച്ചിരിക്കുന്നത് ഇങ്ങനെ? പേടിയൊന്നുമില്ല. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് കേരളത്തിൽ ഒരു കുതിരക്കാരനെയും തിരഞ്ഞാണ് നമ്മൾ പുഷ്കറിൽ വന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് 800 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് 2800 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവിടെ തപ്പി പിടിച്ച് ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് റോഡ് സൈഡിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് രാത്താണ്. കുറേ ആയി വീഡിയോ ഒന്നും ചെയ്യാണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് കുതിരനൊക്കെ കാണാൻ ഇറങ്ങിയാണ്. ഇന്ന് ഇപ്പോൾ ഇത്രയും സമയം വയ്യപ്പോൾ ഇന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാട്ടോ. ഞങ്ങൾ കുറച്ച് പാർക്കൊക്കെ കറങ്ങി ഇതിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് കുതിരകളൊക്കെ കണ്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് പ്രവീൺ ഭായി ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത്. വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് ഇന്ന് വന്നതാണ്. അപ്പൊ ഒന്ന് കണ്ടു നോക്കല്ലേ ഏതൊക്കെ ഐറ്റംസ് സാധനമൊക്കെ ഉണ്ടല്ലോ. പരിചയപ്പെടാം. കേരളത്തിലേക്ക് നല്ല കുറച്ച് കുതിരകൾ വരുന്നുണ്ട്. നമുക്ക് അത് പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് പോയി കാണാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് വളരെ ലേറ്റ് ആയിപ്പോയി. അതായത് ലാസ്റ്റ് ഷെഡുകളൊക്കെ പൊളിക്കുന്നൊരു സമയമുണ്ട്. ആ ടൈമിന് നമ്മൾ എത്തിയത്. ഇന്നോടുകൂടി കൈയാണ് പുഷ്കറിലെ പരിപാടികളൊക്കെ. അപ്പോൾ അത്രയും വൈകിയായിപ്പോൾ എത്തിയത്. ഇതൊക്കെ ഇപ്പം നാട്ടിലേക്ക് കയറിപ്പോകാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നാട്ടിലിപ്പോൾ എവിടെയൊക്കെ പോകുന്നത്? ആ ഡോക്ടർ സാഹിബിനെ അറിയാം. ഓ അറിയാം. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന്. ഓർ ബടിയാണ് സാർ. ഓക്കെ. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് നമ്മൾ? ഓ അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയായിട്ടാണ്. ഞങ്ങൾ രാത്രി വന്ന് വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം പോവാണ്. രാവിലെ പുലർച്ചെ ഇവരൊക്കെ കയറ്റിക്കൊണ്ടുപോകും. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ആ നാട്ടിൽ നിന്ന് കവറിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ കച്ചവടമായി അല്ലേ? ഓക്കെ. ഇത് നമ്മളെ അവിടെ നിന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പണ്ട് ഗുജറാത്ത് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. അവിടുന്ന് നാട്ടിൽ നമുക്ക് 2 കുട്ടി കിട്ടി. ശരിയാ. അപ്പൊ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ട് കച്ചവടം. നല്ല റിസൾട്ട് ഉള്ള കുട്ടികളാ? നല്ല കുട്ടികളാണ്. ഓക്കെ. അത്ര ടോപ്പ് റിസൾട്ട് ഒന്നും പറയാനില്ല. റിസൾട്ട് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന നമ്മൾ കൊടുക്കത്തില്ല. അതെ. ഇവിടെ പിന്നെ നല്ല വില കിട്ടിയപ്പം കൊടുത്തു. ഓക്കെ. ഇതാണ് നമ്മളിപ്പോ എടുത്ത ഗോൾഡൻ റോക്കിന്റെ കുട്ടി. ഗോൾഡൻ റോക്കിന്റെ. അതെ, നേരത്തെ നമ്മൾ കണ്ട വലിയ മുതലാളിന്റെ. ഗണ്ണായിട്ട് ഗൺമാനൊക്കെ വെച്ചിട്ട് വന്നേ. ഇത് നമ്മളെ കേരളത്തിലേക്കല്ലേ പോകുന്നത്? ഓക്കെ. ഇത് എത്ര മാസം പ്രായമുണ്ട്? 3.5 മാസം. ഓക്കെ. ഇതും നമ്മളാൾ തന്നെയാണോ? ഇത് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ സാബ് ചില പദം. ഇത് നമ്മളെ കുതിരൻ്റെ ഒരു ഡോക്ടറാട്ടോ. ഇവിടെ മുമ്പ് നമ്മൾ വേറൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് बता देना भैया। और क्या नाम था? कौन सा लाइन? हाँ
Fired by Tirandaz, ആ Grandsire Saptas, ആഹാ Dam Koyal, ഹോം ബ്രീഡാണ് ഓക്കെ yes, फीमेल है मेल है female. फीमेल है ओके कितना महीने का है 6 महीने का। 6 महीने का है अभी कितना हाइट है अभी इनको दे दिया है मैंने। भैया का दे दिया हाँ गुजरात से है हाँ 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 താലൂക്ക് ധാനേര ആ ഹാ ഹാ അപ്പോൾ ഈ കുതിര ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ് 6 മാസമായിട്ടുള്ളൂ അപ്പോൾ ഒരു ഫീമെയിലാണ് അടിപൊളി ഒരു കുട്ടിയാണ് ഇപ്പം തന്നെ ഏകദേശം ഒരു കിतना हाइट है भैया अभी ये इसका हाइट होगा 56 के आसपास। 56 ഇപ്പം തന്നെ 6 മാസമായപ്പം തന്നെ ഏകദേശം 56 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഓ ആ ഹാ 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 ആ ഓക്കെ 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 ആ ഹാ ഹാ അപ്പം ഞങ്ങൾ വന്നത് വൈകിട്ടാണെങ്കിലും 1-2 ആളെ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ട് ഇവിടെ അപ്പം കാര്യമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഇയാളെ നമ്മൾ നേരം വൈകി വന്നിട്ട് അതിൻ്റെ ഒരു ചൊടിയൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞോളി ആ 3.5 മാസം ഓക്കെ നല്ല കുട്ടിയാണ് ഓക്കെ ഫീമെയിലാണ് നമ്മളെ കേരളത്തിലേക്കാണ് പോകുന്നത് ഓക്കെ ഒരു നല്ലൊരു ബ്ലാക്ക് കുട്ടി അല്ലേ ഓക്കെ ആ ഹാ ഓക്കെ 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 നല്ല നെക്കും കാര്യമൊക്കെ ഇത് ഏകദേശം ഇപ്പൊ ഹൈറ്റ് എത്ര ഉണ്ടാവും എന്നാലും ഒരു ഐഡിയ ഒരു 53 ഒരു 52-53 ഒക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ അതെ 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 ആഹാ ഓക്കെ ഓക്കെ നല്ലൊരു കുട്ടി ഇതൊക്കെ ശരിക്കും പകലായാലും വരണ്ടില്ലേ പറയണ്ട അപ്പൊ ഇത് ചില കുതിര കുട്ടികൾ ഇന്നലെ ഏതാ 3 കോടിക്കൊക്കെ കുതിര പോയില്ലേ ഇവിടുന്ന് ഇതൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല 3 കോടിന്റെ കുതിര എന്നൊക്കെ പറയും ഞാനും നമ്മുടെ റാഷിയില്ല ആ അവന്റെ വിശ്വാസമല്ലേ അവൻ വാട നമുക്ക് എടുക്കുന്ന വില ഇറക്കാം ഞാൻ ആദ്യമേ അതിനൊരു ഇത്ര പ്രൈസ് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതിനേക്കാളും 30 ലക്ഷം രൂപ കൂടുതലാണ് പോയത് അല്ലേ ഓക്കെ അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡൽഹിയിൽ തന്നെ ഫുള്ള് തിരക്കാണ് കച്ചവടം പരിപാടികളായിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുക ഏതെങ്കിലും കുതിരക്കുട്ടിന് കിട്ടുമോ കുതിരക്കുട്ടിനോ ഏതെങ്കിലും കിട്ടാനുണ്ടോ എന്ന് എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ നല്ല കുതിരകൾ കിട്ടാനുണ്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ നമ്പറാണ് കയ്യിലുണ്ടായത് കുറേ ആൾ വിളിക്കലല്ലേ അപ്പോൾ ഇതുകൊണ്ടുള്ള നല്ല കുട്ടികളൊക്കെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കണം നമ്മളെ കുറേ ഫാൻസ് ഉണ്ട് നമ്മൾ വീഡിയോ ഇപ്പം ചെയ്യുന്ന കുറേ ആയിട്ട് ഇല്ല കുട്ടിയൊന്നും നമ്മുടെ നാട്ടിലാരും എടുക്കില്ല കാരണം അത്ര വിലക്കുള്ള കുട്ടി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾ വന്ന വണ്ടിയുടെ വിലയാ അതെ 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 ലക്ഷങ്ങളാണ് വില ഇതിന്റെ അപ്പോൾ നമ്മളുമാണെങ്കിലും ഡൽഹിയിൽ മലബാർ കർസ് എന്ന സ്ഥാപനമായിട്ട് അതിന്റെ തിക്കും തിരക്കും പരിപാടികളിലായി പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ കുതിരന്റെ വീഡിയോസോ കാര്യമൊന്നും ചെയ്യാൻ പറ്റാതായി പോയത് ഇടയ്ക്ക് നിങ്ങളെ കൂടെ വന്നു ഏതെങ്കിലും 1-2 കുതിര അത് ഇപ്പോൾ ഇതിന്റെ ഡെലിവറിയാണ് അതായത് ഈ കുതിരന അപ്പോൾ ഇതാക്കുന്ന അപ്പം ഇയാൾ നല്ല ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അലമ്പോ കാര്യമൊന്നുമില്ല പുതിയൊരാളെ കയ്യിലേക്ക് കൈമാറിയതാണ് അപ്പം ആള് പോവാണ് മോള് കുതിരനെ കണ്ടോ എത്ര കുതിരനുണ്ട് ആ 2 3 ഇവള് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും അറിയാം ഒരുപാട് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോള് ആയതിനു ശേഷം ഇതുവരെ കുതിര ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളൊരു വീടിൻ്റെ വർക്കും നടക്കുകയാണ് അവിടെ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കുതിരനെ കൊണ്ടുവരണം അപ്പം പ്രവീൺ ഭായി നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ച് ഇവിടുന്ന് നല്ലൊരു ആളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പ്രവീൺ ഭായി പിന്നെ അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടുതൽ അതായത് വീടൊന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അടുത്ത 2 മാസം കൊണ്ട് ഏകദേശം വർക്കൊക്കെ കഴിയും അപ്പോഴേക്കാണ് നമുക്ക് നല്ലൊരാളെ വേണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സെറ്റാക്കണം അഡ്വാൻസ് വരെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് സെറ്റാക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ